വാസ്തുശാസ്ത്രം വെറുമൊരു അന്ധവിശ്വാസമാണോ അതോ പുരാതന എഞ്ചിനീയറിംഗ് ആണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ 2026-ലെ കടുത്ത ചൂടിൽ നമ്മളെ വലയുമ്പോൾ പുതിയ വാസ്തുവിദ്യ പഠനങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം തെക്ക് കിഴക്കൻ അടുക്കളകൾ പോലുള്ള വാസ്തുനിയമങ്ങൾ വെറും ആചാരങ്ങളല്ല, മറിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തികഞ്ഞ ശാസ്ത്രീയ രൂപകൽപ്പനയാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ഒന്നാമതായി, കാറ്റിന്റെ ദിശയും തീപിടുത്തം തടയലും നമുക്ക് നോക്കാം. പണ്ടത്തെ ഓലമേഞ്ഞ വീടുകളിൽ തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റ് കാരണം അടുക്കളയിലെ തീപ്പൊരികൾ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർത്താതിരിക്കാനാണ് തെക്ക് കിഴക്ക് അഥവാ അഗ്നികോണിൽ അടുക്കള പണിതിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വെറുമൊരു വിശ്വാസം എന്നതിലുപരി തീപിടുത്തം ഒഴിവാക്കാനുള്ള പണ്ടത്തെ കിടിലനൊരു ഫയർ സേഫ്റ്റി എഞ്ചിനീയറിംഗ് തന്ത്രമല്ലേ ഇത്. ഇനി രണ്ടാമതായി, അടുക്കളയിലെ ശുചിത്വവും സൂര്യപ്രകാശവും. രാവിലെ തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് കിട്ടുന്ന വെയിലിലെ അൾട്രാവയലറ്റ് രശ്മികൾ മികച്ചൊരു സ്വാഭാവിക അണുനാശിനിയാണ്. നമ്മുടെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ അടുക്കളയിൽ ബാക്ടീരിയയും പൂപ്പലും വരാതെ തടയാൻ ഇത് അടിപൊളിയായിട്ട് സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ വിലകൂടിയ UV സാനിറ്റൈസറുകൾ ചെയ്യുന്ന അതേ പണി തന്നെയല്ലേ പ്രകൃതിദത്തമായി ഇവിടെ നടക്കുന്നത്. അവസാനമായി, വീടിന്റെ മൊത്തത്തിലുള്ള ചൂട് കുറയ്ക്കുന്ന പാസീവ് കൂളിംഗ് സംവിധാനം. കാറ്റിന്റെ ദിശയും നടുമുറ്റവും ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുന്ന പരമ്പരാഗത വീടുകളിൽ ഇന്നത്തെ കോൺക്രീറ്റ് വീടുകളേക്കാൾ 3 മുതൽ 5.8 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് കൂടുതലായിരിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. AC ഇല്ലാതെ തന്നെ വീടിനെ തണുപ്പിക്കുന്ന ഈ വിദ്യ ഇന്നത്തെ ചൂടുകൂടിയ കെട്ടിടങ്ങൾക്ക് ശരിക്കും വലിയൊരു പാഠമല്ലേ. ചുരുക്കത്തിൽ, വാസ്തുശാസ്ത്രം എന്നത് അന്ധമായി പിന്തുടരേണ്ട ആചാരങ്ങളല്ല, മറിച്ച് പ്രകൃതിയോട് പടവെട്ടാതെ ഇണങ്ങി ജീവിക്കാൻ നമ്മുടെ പൂർവികർ കണ്ടെത്തിയ അതിവിദഗ്ധമായ എഞ്ചിനീയറിംഗ് ആണ്.